പറഞ്ഞ കാരണം എന്താ അറിയോ? ജീവിതത്തിൽ ഒരിക്കൽ പോലും മടവൂർ ശൈഖുനയെ കാണാത്ത ആളുകളാണ് ഇപ്പം മടവൂർ ശൈഖുനയെ കുറിച്ച് പറയുന്നതാണ്. അയാൾ ഭാഷ ഒന്നും എനിക്ക് പറയാനാവില്ല, അത് അയാൾ തന്നെ ഒന്ന് പറഞ്ഞോട്ടെ. കണ്ടിട്ട് തന്നെ ഇല്ല, അതേപോലെ തന്നെ അവരെ കൂടെ ഇരുന്നിട്ടും ഇല്ല. ഞാൻ CM വലിയുള്ളാന്റെ സ്വന്തം ആളാണ്, ജീവിതത്തിൽ കാണാത്ത ചക്കനാ പറയുന്നത്. ഓ സഹോദരന്മാരെ, നിങ്ങൾ ഓർക്കണം, ജീവിതത്തിൽ കണ്ടിട്ടില്ല, എന്നിട്ടോ വലിയ CM വലിയുള്ളാന്റെ സ്വന്തം ആള്. അങ്ങനെ പറയുന്ന കക്ഷികളില്ലേ, ഇതൊക്കെ ഇമാമികൾ നേരത്തെ തന്നെ അവിടെന്ന് വളർത്തിയ പോറ്റുമോൻ ഞങ്ങളെ മശായിഖുമാർ മടവൂർ ശൈഖുനയുടെ നേരിട്ടുള്ള നോട്ടത്തിൽ നിങ്ങൾക്ക് അതിനെ മനസ്സിലാക്കാൻ പോലും പറ്റാത്ത ആഴത്തിലുള്ള ബന്ധം. അങ്ങനെയാണ് ചെക്കനാക്കിയിട്ട് രക്ഷപ്പെടാനൊന്നും പന്ന വിടാൻ തീരുമാനിച്ചില്ല. ഞാൻ ചോദിക്കട്ടെ, മടവൂർ ശൈഖുന വർഷങ്ങളോളം കോഴിക്കോട് മൂപ്പന്റെ വീട്ടിൽ അവിടെ താമസിച്ച് ലോകത്തെ നിയന്ത്രിച്ചല്ലോ. നീ അന്ന് SSFന്റെ SYSന്റെ നേതാവായി കോഴിക്കോട്ടില്ലേ? ഈ വർഷങ്ങളിൽ കോഴിക്കോട്ട് തന്നെ താനുണ്ടായിട്ട് ഏതെങ്കിലും ഒരു ദിവസം മൂപ്പന്റെ വീട്ടിൽ പോയി, അല്ലെങ്കിൽ അതുപോലെ ശൈഖുനയുള്ളൊരു വീട്ടിൽ പോയി മടവൂർ ശൈഖുനയെ നേരിട്ട് കണ്ട ഒരു സംഭവം പേരോടിന് തെളിയിക്കാൻ കഴിയുമോ എന്ന് ചെക്കൻ അടങ്ങിയിരുന്നോളാം. ഇങ്ങോട്ട് കളിക്കാൻ വരരുത്. കണ്ട ഒരു സംഭവം ഉദ്ധരിക്ക്. അപ്പം എന്താണ്, ജനാസന്റെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു. അതിന് മുമ്പ് എന്ത് ചെയ്തു എനിക്ക് പണി? വടകര ഓറ് വഫാത്തായപ്പോൾ അവരെ ജനാസ ഇങ്ങനെ വെച്ച് മറവ് ചെയ്യാൻ കൊണ്ടുപോവാണ്. നമ്മളെ മഹാനരായ സയ്യിദ് യഹിയൽ ബുഖാരി തങ്ങളൊക്കെ എത്ര ബന്ധാണ് മടവൂർ ശൈഖുനായിട്ട്, അതേപോലെ വടകര ഓറുമായിട്ട്. വടകര ഓരോ ജനാസിനെ അവിടെ ഇങ്ങനെ വടകര ഓരോ മുരീദായ വടിത്തങ്ങൾ സയ്യിദ് യഹിയൽ ബുഖാരി തങ്ങൾ സമീപത്തുണ്ട്. അപ്പോൾ ഈ ചങ്ങായി പേരോട് വന്ന് ഇങ്ങനെ ജനാസൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കാത്രേ. അപ്പോൾ യഹിയൽ ബുഖാരി തങ്ങളൊരു ചോദ്യം, അവർ ജീവിച്ച് ഇവിടെ വഫാത്തായതല്ലേ, ഓരോ ജീവിതകാലത്ത് ഇതുപോലെ 5 മിനിറ്റ് ഇരിക്കാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നേരാണ് ചോദിച്ചതാ. വഫാത്തിൻ്റെ ശേഷം ഇങ്ങനെ വന്നിരുന്നപ്പോൾ അതാ യഹിയൽ ബുഖാരി തങ്ങളോട് ദേഷ്യം. തങ്ങളുള്ളത് നേരത്താണ് ചോദിക്കൂലേ, നേരെ ചോദിച്ചു. നിങ്ങൾക്കറിയോ, ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മശായിഖുമാർ, അതിൽ നിങ്ങളുടെ വലിയ ആൾ തന്നെ പോയിരിക്കുന്ന ഹദറത്തുകളില്ലേ, മടവൂർ ശൈഖുനയുടെ കൂടെ, വടകര ഓര കൂടെ, എല്ലാ മശായിഖന്മാരുടെയും കൂടെ, ആ കാലത്തിനും ഇക്കാലത്തിനും സാക്ഷിയായ മഹാരഥന്മാർ, വന്ദ്യരായ ശൈഖുന. ആ ശൈഖുനയുടെ ഉപ്പ ഈ മജ്ലിസിലുണ്ട്. അവിടുത്തെ ചെറുപ്പം മുതലുള്ള സംഭവം പഠിക്ക്. അവിടുത്തെ ഉപ്പയുടെയും ഉമ്മയുടെയും ആ കല്യാണം തീരുമാനിച്ചതു മുതൽ മടവൂർ ശൈഖുനയുടെ വഫാത്ത് വരെ അണമുറിയാത്ത ബന്ധം നിലനിർത്തി, കൊടുക്കാനുള്ളതൊക്കെ കൊടുത്ത് അഭേദ്യമായ ബന്ധം സ്ഥാപിച്ച് മടവൂർ എന്നതിൽ ഫനായ മശായിഖുമാരെ ഒരു തവണ പോലും കോഴിക്കോട്ടുണ്ടായിട്ട് പോയി കാണാത്ത നീ എങ്ങനെ വിലയിരുത്തും? എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് പറയാൻ നിങ്ങൾക്ക് എന്താ അവകാശം? ഒരു തവണ പോയിട്ടുണ്ടോ? ഇനിയിപ്പോ കണ്ട ആളുകൾ തന്നെ മധു പറയാൻ പറ്റുള്ളൂ. മമ്പുറന്തങ്ങളെ മധു ഈ ചെക്കൻ പറയില്ലേ? ഔസുല്ലാദമിന്റെ മധു ഈ വേറെ ഭാഷ വരുന്ന ഇപ്പൊ പറയില്ല, ഇയാൾ പറയലില്ലേ? നിങ്ങൾ നോക്ക്, കണ്ട ആളെ മധു പറയാൻ പറ്റുള്ളൂ. ഇതൊക്കെ ആരുണ്ടാക്കിയ ഉസൂല?